ഫെബ്രുവരി മാസത്തെ സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. OP ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് പ്രതിഷേധം. PG ഡോക്ടർമാരുടെ സമരം ആശുപത്രിയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. ഫെബ്രുവരി മാസത്തെ സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ആശുപത്രിയിലെ 300ഓളം വരുന്ന PG ഡോക്ടർമാരാണ് സമരത്തിനിറങ്ങിയത്. രാവിലെ 8-ന് തുടങ്ങിയ സമരത്തിൽ നിന്ന് തീവ്രപരിചരണ വിഭാഗം, അത്യാഹിത വിഭാഗം, ലേബർ റൂം, ഫോറൻസിക് വിഭാഗം എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് സ്റ്റൈപ്പൻഡ് ഇനി കിട്ടില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ഫർദർ മെഷേഴ്സ് ആയിട്ട് ഇനി അത്യാഹിത വിഭാഗം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അങ്ങനെ പോകരുതെന്നാണ് നമ്മളുടെ ആഗ്രഹം. പക്ഷെ അധികാരത്തിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു പോസിറ്റീവായിട്ട് റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തായാലും ആ രീതിയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. സ്റ്റൈപ്പൻഡ് ലഭിക്കാത്ത പക്ഷം വരും ദിവസങ്ങളിൽ അത്യാഹിത വിഭാഗം അടക്കം ബഹിഷ്കരിച്ച് സമരത്തിലേക്ക് കടക്കുമെന്നാണ് PG ഡോക്ടർമാർ പറയുന്നത്. മറ്റ് പല മെഡിക്കൽ കോളേജുകളിലും കൃത്യമായിട്ട് സമയത്തിനുള്ളിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കഴിഞ്ഞ വർഷവും സ്റ്റൈപ്പൻഡ് ലഭിക്കാൻ ഈ ഒരു വിഷയം കാരണം വൈകിയിരുന്നു. അപ്പോൾ ഒരു തവണ ഇത് ഓൾറെഡി സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് അടുത്ത വർഷം ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആകുമ്പോൾ അതിനനുസരിച്ച് ഇവിടുന്ന് അത് ഒരു പ്രിക്കോഷൻ എടുത്ത് ആ രീതിയിൽ മുന്നേ തന്നെ അറ്റൻഡൻസുകളും മറ്റു കാര്യങ്ങളും നേരത്തെ തന്നെ മുൻകൂട്ടി ഫയലുകൾ നമുക്ക് പ്രൊസീഡ് ചെയ്യേണ്ടതുണ്ട്. അതിവിടെ നടന്നിട്ടില്ല. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതാണ് PG ഡോക്ടർമാർ സമരത്തിലേക്ക് കടന്നതോടെ ആശുപത്രിയുടെ പ്രവർത്തനത്തെ അത് സാരമായി ബാധിച്ചിട്ടുണ്ട്. അതേസമയം സ്റ്റൈപ്പൻഡുമായി ബന്ധപ്പെട്ട രേഖകൾ നേരത്തെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പ്രിൻസിപ്പൽ നൽകുന്ന വിശദീകരണം. ജനം, കോഴിക്കോട്.